പ്രാന്തന്റെ വട്ടമേശയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന ഒരു കൂട്ടം സിനിമകൾ ഇറങ്ങിയ സമയമാണ്. ഇന്ന് ഒരുപാട് സിനിമകൾ ഓടി നടന്ന് കാണേണ്ട അവസ്ഥയായിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ അതിനകത്ത് 3 പേര് പിക്ക് ചെയ്ത കുറച്ച് സിനിമകളാണ് ഞങ്ങൾ ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുന്നത്. അപ്പം അതിൽ ആദ്യത്തെ ജ്യോതിഷ കണ്ട സിനിമ ഏതാണ്? ഞാൻ ഉള്ളൊഴുക്കാണ് കണ്ടത്. നമ്മള് ഒരുപാട് നാള് വെയിറ്റ് ചെയ്താണ്. ഉർവശി ചേച്ചി പാർവതി ആ ഒരു കോംബോ സ്ക്രീനില് കണ്ടു. ബേസിക്കലി എനിക്കും ഒരുപാട് കാണണമെന്ന് ഉണ്ടായിരുന്ന ഒരു സിനിമയായിരുന്നു. പക്ഷെ എനിക്ക് കിട്ടിയ ടിക്കറ്റും ഇച്ചിരിയും കൂടെ എനിക്ക് ഒന്ന് ക്രിയേറ്റീവ് മൈൻഡൊക്കെ ആലോചിച്ചപ്പോഴത്തേക്കും വേറൊരു സിനിമയിലേക്ക് ചാർ ചെയ്താണ്. ജിൻചേട്ടൻ കണ്ടത് നടന്ന സംഭവമാണ്. ഒരു കോമഡി സംഭവമാണെന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് സിനിമയിലേക്ക് വരാം. സന്ദീപ് ഗഗനാചാരിയാണ് ഞാൻ കണ്ട സിനിമ. ഒരു എക്സ്പെരിമെന്റൽ സിനിമയാണ്. രസമുണ്ട് മൊത്തത്തിലൊരു പരിപാടി. അപ്പം അതിനെപ്പറ്റിയൊക്കെ പറയുന്നതിന് മുമ്പ് നമുക്കൊരു ഫീൽ ഗുഡിൽ നിന്ന് തന്നെ തുടങ്ങാമല്ലോ. അങ്ങനെയാണെങ്കിൽ നടന്ന സംഭവം ആക്ച്വലി ഒരു ഫീൽ ഗുഡ് സിനിമ എന്ന് അങ്ങനെ നമുക്ക് ലേബൽ ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ഈ പറഞ്ഞ നടന്ന സംഭവം ഇവനും കണ്ടിട്ടുള്ള സിനിമയാണ്. അതെ, അവരും കണ്ടിട്ടുണ്ട്. ഞങ്ങളെല്ലാം ഒരുമിച്ച് കണ്ടത്. അപ്പോൾ നടന്ന സംഭവം ആക്ച്വലി എന്താ പറയുക, നല്ല രസമുള്ള ഒരു സിനിമയാണ്. എനിക്ക് ഭയങ്കര ഫ്രഷ് ആയിട്ട് അതിനകത്ത് ഒരു സാധനം ഫീൽ ചെയ്തു. ഇപ്പോൾ ഓൾറെഡി അതിനകത്ത് ഒരു കോർ കോൺസെപ്റ്റ്, ഒരു മെയിൽ ഈഗോയുടെ ഒരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ. അതായത് 2 ഓപ്പോസിറ്റ് നിൽക്കുന്ന 2 പേര് വരുന്നൊരു സംഭവമുണ്ട്. അത് ഇപ്പം നമ്മൾ മലയാളത്തിൽ അയ്യപ്പനും കോശിയിൽ തുടങ്ങി പല സിനിമകളിലും അത് കണ്ടു. ഡ്രൈവിംഗ് ലൈസൻസിലുണ്ടായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ തമിഴിൽ പാർക്കിങ്, അങ്ങനെയുള്ള സിനിമകളിലൊക്കെ കുറേ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിനകത്ത് വരുമ്പോഴേക്കും ഇതിൽ 2 ക്യാരക്ടേഴ്സും നമ്മുടെ സമൂഹത്തിലുള്ള 2 ടൈപ്പ് ആൾക്കാരാണ്. 2 വ്യത്യസ്തരായ 2 എന്താ പറയുക, നമ്മുടെ സമൂഹത്തിലുള്ള 2 വ്യത്യസ്തരായ പുരുഷന്മാരുണ്ടാവില്ല. അതിൻ്റെ ഓരോ റെപ്രസെൻറ്റേറ്റീവ്സ് ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ആൻഡ് അത് ഇവർക്കിടയിൽ വരുന്ന ഒരു ഇഷ്യൂ, ആ ഇഷ്യൂ ഒരു ദിവസം നടക്കുന്ന അവരുടെ ജീവിതത്തിൽ നടക്കുന്ന സംഭവങ്ങൾ, ഇത് ഇവരുടെ പേഴ്സണൽ ലൈഫിനെ എങ്ങനെയാണ് ബാധിക്കുന്നത് എന്നുള്ളതാണ് ഈ ഒരു പടത്തിൻ്റെ പ്ലോട്ട്. അപ്പോൾ ഈ ഒരു സിനിമ നമുക്കിപ്പോൾ പറയുകയാണെങ്കിൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സിനിമയായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമയുടെ തുടക്കം തൊട്ടിട്ട് കാണിക്കുന്നത്, ഒരു ഫസ്റ്റ് ഹാഫിൻ്റെ ഏകദേശം നല്ലൊരു ശതമാനം കാണിക്കുന്നത് ഒരു ഒറ്റ ഏരിയ ആണ്. ഒരു വില്ല, ഒരു എലൈറ്റ് ക്ലാസ് ഒക്കെ ആൾക്കാർ താമസിക്കുന്ന ഒരു വില്ല സമുച്ചയങ്ങൾ. അവിടെ ഒരു 2 വീടുകളിൽ അല്ലെങ്കിൽ 2-3 വീടുകളിൽ, അടുത്തടുത്ത വീടുകളിൽ അതിനിടയ്ക്ക് നടക്കുന്ന അവിടെയുള്ള കുറച്ച് ക്യാരക്ടേഴ്സ് വെച്ചിട്ടാണ് ഈ പരിപാടി പോകുന്നത്. അവർക്കിടയിൽ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടാകുന്നതും ആ ഇൻസിഡൻറ്റിനെ തുടർന്ന് സെക്കൻഡ് ഹാഫ് പോകുന്നത് ഒരു പോലീസ് സ്റ്റേഷൻ, അതേപോലെ വീണ്ടും ഈ ഫ്ലാറ്റുകളുടെ അങ്ങോട്ടേക്കാണ് വരുന്നത്. സോ ബേസിക്കലി 2-3 ലൊക്കേഷനിലാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള പരിപാടികൾ നടക്കുന്നത്. ആൻഡ് മെയിൻ ക്യാരക്ടേഴ്സുള്ള ലീഡ് ക്യാരക്ടേഴ്സ് ബിജു മേനോൻ, ബിജേട്ടനുണ്ട്, സുരാജ് വെഞ്ഞാറമൂട്, ലിജോ മോഡ്, ശ്രുതി രാമേന്ദ്രൻ, ഇത് സുധി കോപ്പ, പിന്നെ നൗഷാദ് അലി എന്ന് പറഞ്ഞ അദ്ദേഹമുണ്ട്, പിന്നെ ജോണി ആൻ്റണി. ഇങ്ങനെ ഒരു മെയിനായിട്ട് എനിക്ക് പറഞ്ഞൊരു കുട്ടികൾ ഉൾപ്പെടെ ഒരു 10-11 കാസ്റ്റിങ്ങേ ഉള്ളൂ. അപ്പോൾ ഇവർക്കെല്ലാവർക്കും കൃത്യമായിട്ടുള്ളൊരു സ്പേസിങ് ആ സിനിമയിലുണ്ട്. അപ്പോൾ പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ ഇത്രയും ചുരുങ്ങിയ ലൊക്കേഷനിലാണെങ്കിലും ഒട്ടും ബോറടിക്കത്തില്ല പരിപാടി. കാരണം ഒരു മൂവ്മെൻ്റ് ഉണ്ട്, ഫ്ലോ ഉണ്ട്. പിന്നെ അത് എടുത്തിരിക്കുന്ന രീതി, വിഷ്വൽസ് ആണെങ്കിലും, പിന്നെ മനീഷ് എന്ന് പറഞ്ഞൊരു ആളാണ് സിനിമാറ്റോഗ്രാഫി ചെയ്തിരിക്കുന്നത്. എഡിറ്റിലും എനിക്ക് അത് ഈ പറഞ്ഞ പോലെ വളരെ ക്ലീൻ ആയിട്ടുള്ളൊരു സിനിമയായിട്ട്, അതായത് ഓവറായിട്ട് വലിച്ച് നീട്ടാണ്ട്, ഈ പറഞ്ഞ പോലെ ചെറിയ പ്ലോട്ടാണ് അത്, കുറച്ചതിനെ ഒരു സിനിമയാക്കുമ്പോഴുണ്ടാകുന്ന ഇതുണ്ട്. പക്ഷെ അതിനെ ഒരു ബോറടിപ്പിക്കുന്ന രീതിയിലേക്ക് അങ്ങനെ വലിച്ചു നീട്ടി പോകാതെ കറക്റ്റായിട്ട് അത് എഡിറ്റിൽ വന്നിട്ടുണ്ട്. 2 എഡിറ്റേഴ്സായിരുന്നു. എനിക്ക് ലൈക്ക് പേര് പെട്ടെന്ന് ഓർമ്മ കിട്ടുന്നത് 2 എഡിറ്റേഴ്സാണെന്നുള്ളത് മനസ്സിലായിരുന്നു. അതേപോലെ ഏറ്റവും ടെക്നിക്കലി വേറെ സ്ട്രോങ് ആയിട്ട് പറയേണ്ടതെന്ന് പറഞ്ഞാൽ മ്യൂസിക്കാണ്. അങ്കിത് മേനോനായിരുന്നു. അതിൽ പ്രത്യേകിച്ച് ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ്. പാട്ടിനെക്കാട്ടി കൂടുതൽ എനിക്ക് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇഷ്ടപ്പെട്ടു. അതിനകത്ത് പ്രത്യേകിച്ച് ഒരു സൗണ്ട് ഡിസൈനിങ്, ഒരു ഈച്ച മൂടുന്ന ഒരു പരിപാടികളൊക്കെ ഉള്ളൊരു സാധനം. ചെവി അടയ്ക്കുന്ന പോലെ ഭയങ്കര ഒരുമാതിരി നമ്മളിങ്ങനെ ഭയങ്കര ഇറിറ്റേറ്റ് ആക്കുന്ന പരിപാടികൾ അതുണ്ടായിരുന്നു. സോ അങ്ങനെ ഒരു 2-3 ലൊക്കേഷനിൽ കുറച്ച് ക്യാരക്ടേഴ്സ് ഉള്ളൊരു സിനിമയെ ഒരു 2 മണിക്കൂറിന് അടുത്തൊരു വളരെ എൻഗേജിങ് ആയിട്ട് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമയായിട്ട് മാറ്റിയിട്ടുണ്ട്. പ്രത്യേകിച്ച് പറയേണ്ടത് പെർഫോമൻസ് ആണ്. എനിക്കതിനകത്ത് ബിജു മേനോൻ, ഇപ്പോൾ ബിജുണ്ണൻ ആക്ച്വലി പുള്ളി ഏത് ക്യാരക്ടർ കൊടുത്താലും ഭയങ്കര സിമ്പിളായിട്ട്, ഇപ്പോൾ പുള്ളി സാധാരണ ചെയ്തുകൊണ്ടിരിക്കുന്ന ക്യാരക്ടേഴ്സ് പോലെയല്ല ഇതിനകത്ത്. കാരണം കുറച്ച് ഈ ഡ്രസ്സിങ്ങിലൊക്കെ ഭയങ്കര വ്യത്യാസമായിട്ട് ഫീൽ ചെയ്തില്ല എനിക്കത്. കാരണം കുറച്ചും കൂടെ ഒരു അർബൻ ഒരു പരിപാടികൾ സാധനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ലൈക്ക് സുരാജ് വെഞ്ഞാറമൂടിൻ്റെ ക്യാരക്ടർ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഉള്ള ഇങ്ങനത്തെ ആൾക്കാരുണ്ട് നമ്മുടെ ചുറ്റും. അങ്ങനത്തെ ഉള്ള ഒരു ടൈപ്പ് ഓഫ് ആൾക്കാർ നമ്മുടെ ചുറ്റുമുണ്ട്. പിന്നെ ഇപ്പോൾ ശ്രുതി രാമേന്ദ്രൻ്റെ ക്യാരക്ടർ, ഇപ്പോൾ ശ്രുതി രാമേന്ദ്രൻ്റെ ഇവിടുത്തെ ഫാൻസ് അസോസിയേഷൻ്റെ മെയിൻ ആളാണ്, പ്രസിഡൻ്റാണ് ഇവരിക്കുന്നത്. ശ്രുതി ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഫസ്റ്റ് ഒരു ഷോട്ടിൽ തന്നെ പുള്ളിക്കാരി ഞാൻ ഒരു ഹാഫ് ഡേ ലീവ് എടുത്തിട്ട് വരട്ടെ എന്ന് ചോദിക്കുന്ന ഒരു എക്സ്പ്രഷനൊക്കെ ഉണ്ടല്ലോ, അതിന് ബീച്ചേട്ടൻ കൊടുക്കുന്ന ഒരു കൗണ്ടർ. അപ്പോൾ ആ ഒരു കെമിസ്ട്രി വർക്കായിരുന്നു. സെയിം അപ്പുറത്ത് ലിജോമോളുടെ ഒരു ക്യാരക്ടർ, ലിജോമോള് സുരാജ്. അപ്പോൾ ലിജോമോൾ ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ ഭയങ്കര ടെൻസ്ഡ് ആയിട്ടുള്ള ആ ഒരു മീറ്റർ ഉണ്ടല്ലോ, അത് കറക്റ്റായിട്ട് കൊണ്ടുപോയ ഫീൽ ചെയ്ത്. പിന്നെ സുധി കോപ്പ,
ഭയങ്കര ഒരുമാതിരി ക്യാരക്ടർ കാണുമ്പോൾ തന്നെ ഭയങ്കര അതിൻ്റെ ഇങ്ങനെ ഓരോ ഡയലോഗ്സോ അല്ലെങ്കിൽ പെർഫോമൻസ് കാണുമ്പോൾ ഒരു ഇറിറ്റേഷൻ സാധനം ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അതേപോലെ വേറെ നൗഷാദ് അലി, പിന്നെ ആതിര, ഹരികുമാർ, അങ്ങനെ കുറച്ചധികം ക്യാരക്ടേഴ്സ് ഉണ്ട്. ജോണി ആൻ്റണി, എല്ലാം കൊള്ളാം. ആർട്ടിസ്റ്റ് വൈസ് നല്ല രസമുണ്ട്. മൊത്തത്തിൽ കഥ പരിപാടിയൊന്നും പറയുന്നില്ലെങ്കിൽ പോലും ഒരു സിമ്പിളായിട്ടുള്ള ഒരു കഥയെ ഭയങ്കര എൻഗേജിങ് ആയിട്ട് സെറ്റ് ചെയ്തെടുത്തൊരു സിനിമയാണ്. ആൻഡ് ഫാമിലി ആയിട്ട് പോയി കാണാൻ പറ്റുന്നൊരു സിനിമയാണ്. പിന്നെ അതിൻ്റെ അകത്തൊരു മെസ്സേജ് പറയാൻ വേണ്ടി പറയുന്നൊന്നുമില്ല, പക്ഷെ അതിനകത്ത് നമ്മുടെ സോഷ്യലി റെലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്ത് പോകുന്നുണ്ട്. ഒരു നീറ്റ് സിനിമയാണ് എന്നുള്ളൊരു ഇതാണ് എനിക്കുള്ളത്. യെസ്, അതായത് ഓക്കെ. അപ്പം ആ സിനിമ എനിക്കും കണ്ടപ്പോൾ അങ്ങനെ തന്നെയാണ്. പറയേണ്ട ഒരു സബ്ജക്റ്റിനെ വലിയ ബോറടിപ്പിക്കേണ്ട ആളുകളിലേക്ക് കുറച്ച് നിറമൊക്കെ ചാലിച്ച് വളരെ രസകരമായിട്ട് എത്തിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഉള്ളൊഴുക്കിനെ പറ്റി എന്താണ്? എനിക്കൊന്ന് ഉള്ളൊഴുക്കിലേക്ക് പോകുന്നതിന് മുൻപ് അത് കുറച്ചൊരു ഇമോഷണൽ ഡ്രാമയാണ്. നമ്മൾ ഫീൽ ഗുഡിൽ തുടങ്ങി അടുത്തൊരു സൈഫൈ കഴിഞ്ഞിട്ട് അല്ല, ഈ ഉള്ളൊഴുക്കിന്റെ കാര്യം പറയുമ്പോൾ ഈ ഉള്ളൊഴുക്കിന്റെ ട്രെയിലർ വന്നപ്പോ തൊട്ട് തന്നെ ഞാൻ ഉള്ളൊഴുക്കിനെ പോത്തുള്ളൂ, ഞാൻ ഉള്ളൊഴുക്കിന് ഒറ്റക്കാര്യം നിൽക്കുന്ന ആളായിരുന്നു. ഇന്ന് രാവിലെ തന്നെ കാണാൻ പറ്റൂല്ലോ എന്ന് ഉറപ്പില്ലായിരുന്നു. ഞാൻ എങ്കിലും രണ്ടും കൽപ്പിച്ച് തിയേറ്ററിൽ ചെന്നിട്ട് കിട്ടി, എന്തായാലും പടം കയറി കണ്ടു. അപ്പം കുറച്ച് ഇമോഷണൽ ഡ്രാമയാണ് അത്, നമുക്ക് ട്രെയിലറിൽ തന്നെ മനസ്സിലാകുന്ന തന്നെയാണ്. അപ്പൊ ആ ഒരു ഇമോഷണൽ ഡ്രാമയിലോട്ട് പോകുന്നതിന് മുമ്പ് നമുക്ക് സൈഫൈ ഇതും ഗഗനാചാരി എന്നാണ് സിനിമയുടെ പേര്. പറയുമ്പോൾ തന്നെ ആകാശഗംഗകളും നമുക്ക് എക്സ്ട്രാ ടെറിസ്ട്രിയൽ അങ്ങനെയൊക്കെ പരിപാടി, നമ്മൾ അങ്ങനെ ഒരു സിനിമ എങ്ങനെ കൺസെപ്ച്വലൈസ് ചെയ്യുന്നു അതുപോലെ തന്നെയാണ് സിനിമയുടെ കഥയിൽ അങ്ങനെ അതിഭീകരമായ ടെസ്റ്റുകളോ കാര്യങ്ങളൊന്നുമില്ല. നമ്മളൊരു ചെറിയ സിനിമ ഏലിയൻ സംഭവം ഇൻവേഷനൊക്കെ വെച്ചിട്ട് നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ എങ്ങനെ വരും, അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷേ എടുത്തേക്കുന്ന രീതി ഭയങ്കര രസകരമാണ്, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട്. ഒരു പോസ്റ്റ് അപ്പക്കാലത്ത് യുഗം എന്ന് പറഞ്ഞാൽ 2070-കളിലൊക്കെ കാണിക്കുകയാണ് സിനിമ. അപ്പം അത് ഭയങ്കര രസമായിട്ട് എടുത്ത് അതിനകത്തൊരു പ്രണയം, കഥാപരമായിട്ടുള്ളൊരു പ്രണയം, ഏലിയനുമായിട്ടൊരു പ്രണയം ഉണ്ടാകുന്നത് അങ്ങനെയൊക്കെ തന്നെയാണ്. സിമ്പിൾ തോട്ടാണ് അതിന്റെ, മനുഷ്യനെ പ്രേമിച്ച് ഏലിയൻ കുഞ്ഞ്. അപ്പോൾ അതിനൊരു കൺസീവ് ചെയ്തിരിക്കുന്ന രീതി ഭയങ്കര രസമായിരുന്നു. അതിനകത്ത് AI പറയുന്ന അതിൻ്റെ രാഘവൻ അങ്ങനെ എന്താണ് ആ AIയുടെ പേര്, ഭയങ്കര രസമായിട്ട് രാജപ്പൻ എന്നാണ് AIയുടെ പേര്. അപ്പോൾ അദ്ദേഹത്തെ അഡ്രസ്സ് ചെയ്യുന്ന രീതി, ഗണേഷ് കുമാറിൻ്റെ ഒരു ക്യാരക്ടർ, 3 പേരാണ് മെയിൻ ക്യാരക്ടർ. ഗോകുൽ സുരേഷ്, ഗണേഷ് കുമാർ, പിന്നെ നമ്മുടെ അജു വർഗീസ്. അപ്പോൾ ഇവർ 3 പേരും ഒരു സ്ഥലത്ത് അകപ്പെടുകയാണ് വെച്ചാൽ വെളിയിലിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. കാരണം ഏലിയൻ ഇൻവേഷനെ തുടർന്ന് എല്ലാം അടച്ചുപൂട്ടി. ഒരു കരക്കമ്പി കൊണ്ട് ഏലിയൻസ് മനുഷ്യനെ ആക്രമിക്കുന്നു എന്നുള്ളൊരു സംഭവം വരുന്നത് കൊണ്ട് ഇവരൊരു എന്താ പറയുക ഒരു ഇരുമ്പ് കൂട്ടിനകത്ത് ഇങ്ങനെ കണ്ടെയ്ൻഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ അവർക്ക് വീട്ടിൽ നിന്ന് വെളിയിലിറങ്ങണമെങ്കിൽ മറ്റേ മാസ്കും പരിപാടിയൊക്കെ ധരിച്ച് അങ്ങനെ ഇറങ്ങാൻ പറ്റത്തുള്ളൂ. അത് നമ്മുടെ ചെറിയൊരു ബഡ്ജറ്റ് ചെയ്യുന്നതിൻ്റെ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ആയിരിക്കും ഒരു 4:3 റേഷ്യോയിലൊക്കെയാണ് നമ്മൾ തിയേറ്ററിൽ ചെല്ലി കാണുമ്പോൾ പകുതി ഇല്ല. അല്ല, അത് ആക്ച്വലി എനിക്ക് ഭയങ്കര അവര് ഫോർമാറ്റ് മറ്റേ മോക്യുമെന്ററി എന്ന് പറഞ്ഞുള്ള ഒരു ജോണർ പിടിച്ചിട്ട് ചെയ്തിരിക്കുന്നതാണ്. ഇപ്പൊ അതിന്റെ ഇപ്പൊ ഇന്ററപ്റ്റ് ചെയ്യണം, അതിനകത്ത് കൃഷാന്തും കൂടെ ഇപ്പൊ പ്രൊഡക്ഷന്റെ ഒരു കൃഷാന്ത് ഫിലിംസിന്റെ കൂടെ, കൃഷാന്ത് ഓൾറെഡി മറ്റേ ആവാസ വ്യൂഹത്തിലും ആ ഒരു ജോണർ പിടിച്ചിട്ടാണ് ചെയ്തിരുന്നത്. അപ്പൊ അതിനെ കുറിച്ചിട്ട് ഒരു ഇന്റർവ്യൂലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതായിരിക്കും ഡോക്യുമെന്ററി പോലെ തന്നെയാണ് ഈ സിനിമ ഫുള്ളുള്ളത്. പക്ഷെ നമുക്കങ്ങനെ ഡിസ്ട്രാക്റ്റഡ് ആവാതെ നമുക്കിരുന്ന് കാണാൻ പറ്റും. നമ്മൾ ആ കഥയിൽ ഇന്നൊക്കെ കോമഡി രീതിയിലാണ് അതിനെ അവതരിപ്പിച്ചേക്കുന്നത്. കുറെ ചിരിക്കാനുണ്ടെന്ന് അതിന്റെ ഒരു റെസ്പോൺസ്. അതായത് കോമഡി ഇവന്റുകളോ ഇൻസിഡന്റുകളോ ഇവരുടെ സംസാരത്തിന്റെ രീതി കൊണ്ടോ ആ യുഗത്തിൽ ഇങ്ങനെ ആൾക്കാർ ചിന്തിച്ചേക്കാന്നുള്ള സാധനങ്ങൾ നമ്മളിലേക്ക് വരുമ്പോൾ നമുക്കുണ്ടാകുന്ന ചിരിയൊക്കെയാണ് അതിനകത്തുള്ളത്. ഭയങ്കര രസമായിട്ട് തന്നെ അവരത് ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്കിതിനകത്ത് എക്സ്പെരിമെൻ്റ് എന്ന് പറഞ്ഞ സംഭവം അത് കറക്റ്റായിട്ട് വർക്കായി എന്ന് എനിക്ക് തോന്നി. പക്ഷെ ഇത് ഇച്ചിരി തലമൂത്ത ആൾക്കാർ കണ്ടിട്ടുണ്ട്, അവർക്കിത് മനസ്സിലാക്കാഴിക ഉണ്ടാകാൻ ചാൻസ് ഇല്ല. കാരണം കഥാപരമായിട്ട് വളരെ ചെറുതാണെങ്കിലും ഇതെന്താണ് ഈ കാണിച്ചു കൂട്ടിയേക്കുന്ന ഒരു ഫീൽ വരാൻ ചാൻസ് ഉണ്ട്. അതായത് 2045 നടക്കുന്ന കഥ 70-കളിലാണ് നടക്കുന്നത്. അപ്പം അതായത് ഇവര് സാധാരണ ഒരു സിനിമ കാണുന്ന പോലെ അല്ല ഇതെന്തായാലും ഫീൽ ചെയ്യുക ഉണ്ടാവുക. അതിന്റെ ഒരു വ്യത്യാസമുണ്ട്. ഒരു സിനിമ കാണാനായിട്ട് പോയിരുന്നിട്ട് ഇതെന്താണ് ഇവര് കാണിച്ചു വെച്ചേക്കുന്ന ഒരു ഫീൽ കിട്ടും. പക്ഷെ ആ കപ്പ് എൻജോയ് ചെയ്യുന്നവർക്ക് അടിപൊളി, ഭയങ്കര രസമായിട്ട് എനിക്ക് തോന്നുന്നു. അതിനൊരു ഓഡിയൻസ് ഉണ്ട്, ആ ഓഡിയൻസിലേക്ക് ഇത് എത്തുകയുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. അത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യും ഈ പടം. അപ്പം അനാർക്കലിയുടെ ക്യാരക്ടർ ആണെങ്കിലും അവർ തിങ്ക് ചെയ്തേക്കുന്ന രീതി, മൾട്ടിവേഴ്സ്,
എക്സ്ട്രാ ടെറസ്ട്രിയല് അല്ലെങ്കിൽ വോം ഹോള്, അതൊക്കെ നമ്മൾ മറ്റു വലിയ സിനിമകളാണ് കാണിച്ചത്. ഇതിനകത്ത് വളരെ നിസ്സാരമായിട്ടൊക്കെ പറഞ്ഞു കളയും. അങ്ങനെ അപ്പോൾ വേറൊരു പാരലൽ യൂണിവേഴ്സിൽ നിന്ന് ഒരു ഏലിയൻ ഇൻവേഷൻ ആയിട്ട് വരുന്നതാണ്. അത് പറയുന്നുണ്ട്, എനിക്ക് തോന്നുന്നു അതൊരു സ്പോയിലർ ആകില്ലെന്ന്. അരുൺ ചന്തു തന്നെ അതിന്റെ ഡയറക്ടർ ഒരു ഇന്റർവ്യൂല് പറഞ്ഞ ഒരു സൈഫൈ ഓളിയാണ്, അങ്ങനെയാണ് പുള്ളിയെ തന്നെ അഡ്രസ് ചെയ്തിരിക്കുന്നത്. അത് ലൈക്ക് എനിക്ക് അതിൻ്റെ അകത്ത് ചോദിക്കുന്ന അനാർക്കലിയുടെ ഒരു പെർഫോമൻസ്. കാരണം ഒരു ഏലിയൻ ആയിട്ട് എനിക്ക് തോന്നുന്നു മുന്നേ ഒരു സിനിമ പണ്ട് മലയാളത്തിൽ വന്നിട്ടുണ്ട്, റെഡ് ട്രെയിൻ എന്ന് പറഞ്ഞൊരു സിനിമ. എനിക്ക് അതിനെ കുറിച്ച് അധികം ഒരു ഇതില്ല, പക്ഷേ നരേന്റെ സിനിമ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ഫീമെയിൽ ഒരു ഏലിയൻ ആയിട്ട് വരുമ്പോൾ അത് അതിൽ തന്നെ ജെൻഡർ പറയണത്. അപ്പോൾ ആ ഏലിയന്റെ ഒരു പരിപാടി എങ്ങനെയാണ് പുള്ളിക്കാരി? എന്താ വെച്ചാൽ ഇതിനകത്ത് കുറെ പഴയ സിനിമകളുടെ റെഫറൻസ് യൂസ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ വാർ ആൻഡ് ലവ്, അങ്ങനെ കുറെ റെഫറൻസുകൾ യൂസ് ചെയ്തിട്ട് അത് ആൾക്കാർക്ക് കണക്ട് ചെയ്യുകയാണെങ്കിൽ അതിലൊരു കോമഡി വർക്ക് ആവുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഈ പറയുന്ന അനാർക്കലി മരക്കാരുടെ ക്യാരക്ടർ. ഇവർക്ക് ഒച്ചയില്ല, ശബ്ദമില്ല, ഇവരുടെ ട്രാൻസ്മിറ്റർ കേടായിട്ടാണ് വരുന്നത്. അപ്പം ശബ്ദമില്ല, അവര് അങ്ങനെയാണ്. അപ്പം ഇവരുടെ ഒരു ശബ്ദം വെച്ച് കൊടുക്കുന്ന ഒരു പരിപാടിയുണ്ട്. അപ്പൊ അത് വെച്ച് കൊടുക്കുന്നത് നമ്മുടെ പഴയ ഒരു ആർട്ടിസ്റ്റ്. അത് നിങ്ങൾ ഞാൻ പറഞ്ഞ അത് സെറ്റപ്പ് പോകും. ആ സൗണ്ടിൽ ഇവർ സംസാരിച്ചു തുടങ്ങുമ്പോഴത്തേക്ക് നമുക്ക് കുറെ കോമഡി വരും. അതായത് ഒരു പഴയ ഒരു ആർട്ടിസ്റ്റ് ആണ് അത് ചെയ്തത്. പഴയെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നല്ല പരിചയമുള്ള ആർട്ടിസ്റ്റ്. അപ്പം ആളുടെ ശബ്ദം അത് കേൾക്കുമ്പോൾ, അതും ഇത്ര ചെറുപ്പത്തിൽ ഒരാളുടെ വോയിസിൽ ആ തോട്ടുകൾ പറയുമ്പോൾ ആ ശബ്ദത്തിൽ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഇതായിട്ട് തോന്നും. പിന്നെ പുള്ളിക്കാർ പോർട്രേറ്റ് ചെയ്തേക്കുന്ന രീതിയും ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ഏലിയൻ എന്താ പറയണേ, പേടിയും പിന്നെ നമ്മളെ മനസ്സിലാക്കി കഴിയുമ്പോൾ അവർക്ക് നമ്മളെ പറ്റിയുള്ള അണ്ടർസ്റ്റാൻഡിങ്, നമ്മളെത്ര ബിലോയിലാണ് ചിന്തിക്കുന്നതെന്നും അതൊക്കെ അവർക്ക് മനസ്സിലാക്കി കഴിയുമ്പോൾ അവരുടെ തോട്ട് പ്രോസസ്സിംഗ് അവരിത്ര ലോകം 250 വർഷങ്ങൾക്കൊക്കെ പഴക്കമുള്ള പ്രായമുണ്ട് അവർക്ക്. അപ്പം അതിങ്ങനെ പറയുമ്പോൾ ഇവർക്കാർക്കും അങ്ങനെ കുറെ സമയം ഗണേഷ് കുമാർ സ്കോർ ചെയ്തേക്കുന്ന വേറെ രീതിയിൽ പോയിട്ടുണ്ട്. ഭയങ്കര രസമായിട്ടുണ്ട്. ഗോകുൽ നമുക്ക് ആദ്യം ഗോകുലിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു സാധനമല്ല കിട്ടുന്നത്, പക്ഷെ പോകെ നമുക്ക് അയാളെ ഇഷ്ടപ്പെട്ടു തുടങ്ങും. പിന്നെ നമുക്ക് ഓക്കെ ദിസ് ഗൈ ഡൂയിങ് ദാറ്റ്. ശരിക്കും ഉള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് തൊട്ടേ തോന്നിയിട്ടുള്ള കാര്യം തന്നെയാണ്. ഗോകുൽ എന്ന് പറഞ്ഞാൽ നല്ലൊരു ആക്ടറാണ്. നല്ല രീതിയിൽ നമ്മൾക്ക് നല്ല സിനിമകൾ എല്ലാം കറക്റ്റായിട്ട് പുള്ളിക്ക് വന്നു കഴിഞ്ഞാൽ, നല്ല രീതിയിൽ ഡയറക്ടേഴ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല പൊട്ടൻഷ്യൽ ഉള്ള, ഈ കാണുന്ന പോലെ ആളെ കൊണ്ട് സീരിയസ് ആയിട്ടുള്ള പരിപാടികളും ചെയ്യാൻ പറ്റും, ഹ്യൂമർ ചെയ്യാൻ പറ്റും, ഭയങ്കരമായിട്ട് നല്ല അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഗോകുൽ ആക്ച്വലി ഈ പറഞ്ഞ പോലെ ഗോകുലിന് ഈ സിനിമ ഒരു നല്ലൊരു ബ്രേക്ക് കൊടുത്താൽ നന്നായിരിക്കും. ആൾക്കാർ തേച്ച് മിനുക്കുന്നുണ്ട്, മമ്മൂട്ടി പറഞ്ഞ തേച്ച് മിനുക്കിയാൽ നന്നായി വരുന്നതാണ്. പിന്നെ ഇതിനകത്ത് സൗണ്ടുകൾ ഭയങ്കര രസമാണ്. ആ ഒരു യുഗം ആയതുകൊണ്ട് തന്നെ അതിൽ യൂസ് ചെയ്തേക്കുന്ന സൗണ്ട് എഫക്റ്റുകളും പരിപാടി മ്യൂസിക് ചെയ്തേക്കുന്നതൊക്കെ ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്കൊന്നു ശങ്കർ ശർമ്മയാണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. ഭയങ്കര രസമുണ്ട് ആളുടെ പരിപാടി. അങ്ങനെ മൊത്തത്തിൽ ഒരു എക്സ്പെരിമെന്റലായിട്ട് കണ്ടിരിക്കാവുന്ന, ചിരിച്ച് ഇറങ്ങാവുന്ന ഒരു ഏലിയൻ. അവരുടെ ബഡ്ജറ്റ് നമുക്ക് മനസ്സിലാവും, പക്ഷെ അതിന്റെ ഒരു പോരായ്മ എവിടെയും ഫീൽ ചെയ്യാത്ത രീതിയിൽ. ഈ അജു വർഗീസിന്റെ പരിപാടി എങ്ങനെയാണ്? അജിച്ചേട്ടനാണ് ശരിക്കും കോമഡി സാധനം പിടിച്ച്, എന്നുവെച്ചാൽ ഗോകുലിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ക്യാരക്ടർ. അപ്പം ഇവർ 3 പേരേ ഉള്ളൂ. ഈ 3 പേര് 4 പേര് ഏലിയനും കൂടെ വരുമ്പോൾ 4 പേര്, ഈ 4 പേരുള്ളിൽ കഥ നിൽക്കണം. വേറെ ക്യാരക്ടർ 2 പോലീസുകാരൊക്കെ വരുന്നുള്ളൂ. ഇത്രയും ചെറിയ ക്യാരക്ടറിൽ ഈ കോമഡി എല്ലാം അവർക്ക് ഇത്ര കൺജസ്റ്റഡ് ആയിട്ടൊരു സ്പേസുമാണ്, അത് നമുക്ക് ഫീൽ ചെയ്യും. അപ്പം അത് ഭയങ്കര രസമായിട്ട് അവര് അജു വർഗീസിന്റെ ക്യാരക്ടറൊക്കെ നമുക്ക് പണ്ട്, അതായത് നമ്മുടെ നീമ്പോളിലൊക്കെ കൂടെ ഇടയ്ക്ക് മറ്റേ ട്രാക്ക് മാറി പുള്ളി സീരിയസ് പരിപാടിയിലേക്ക് പോയിട്ട് അവിടെ നിന്ന് മറ്റേ കുറച്ച് നാൾ മുന്നേ എനിക്കൊന്നും ലാസ്റ്റ് ലവ് ആക്ഷൻ ഡ്രാമയിലൊക്കെ ആയിരുന്നു അങ്ങനത്തെ ഒരു 3 സാധനം കണ്ടത്. ഇത് ടോട്ടലി പുള്ളിയുടെ അപ്പിയറൻസിന് നമുക്ക് ഒരു ഫീൽ തോന്നി. ഓക്കെ, പുള്ളി പഴയ ഒരു സെറ്റപ്പ് അത് രസമായിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിൽ കാണേണ്ട ചിത്രമാണ്. നിങ്ങൾക്ക് അത്ര സിനിമകൾ ഒരു പാഷനേറ്റ് ആണെങ്കിൽ, ഒരു എക്സ്പെരിമെന്റ് സിനിമ കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ നല്ലൊരു ചിത്രമായിട്ട് തന്നെ എനിക്ക് പരിഗണിക്കാവുന്ന ഒരു ചിത്രം തന്നെയാണ്. അപ്പം നിങ്ങൾ പോയി കാണുക, എൻ്റെ അഭിപ്രായങ്ങൾ പറയുക. എൻ്റെ ഒരു അഭിപ്രായം ഇതാണ്. ഓക്കെ, ഇനി ഉള്ളൊഴുക്ക്. യെസ്, മോസ്റ്റ് ആന്റിസിപ്പേറ്റഡ് മൂവി പറയാം. ഇപ്പൊ ഈ ഗഗനചാരിയും നടന്ന സംഭവം പറഞ്ഞതുപോലെ അല്ല ഉള്ളൊഴുക്ക്. ഇപ്പൊ നിങ്ങൾക്ക് ഈ ഒരു റിവ്യൂ എൻജോയ് ചെയ്ത് പറയാൻ പറ്റുമെങ്കിൽ ഉള്ളൊഴുക്ക് ഒരിക്കലും ആ ഒരു എൻജോയ്മെന്റിൽ പറയാൻ പറ്റില്ല. സിനിമ
തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന സിനിമ തന്നെയാണ്. ഇപ്പം എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയാം. ഞാൻ സിനിമ കണ്ടു കഴിഞ്ഞപ്പം എൻ്റെ സീറ്റിന് അപ്പുറത്തൊരു ചേച്ചി ഇരിപ്പുണ്ട്. സിനിമ കഴിഞ്ഞിട്ട് ഞാൻ കണ്ണുടച്ച് ഞാൻ ആ ചേച്ചി നോക്കുമ്പോൾ ആ ചേച്ചിയും കണ്ണുടച്ചുകൊണ്ടിരിക്കും. എന്നിട്ട് ഞങ്ങൾ നോക്കി ചിരിച്ച്. തിയേറ്ററിന് പുറത്തിറങ്ങിയിട്ട് ഞാൻ ആ ചേച്ചിയെ കണ്ടപ്പോൾ ഞങ്ങളിങ്ങനെ വിഷമം, നമുക്ക് രണ്ടുപേർക്കും ഒരു വിഷമം, ഞങ്ങൾ ആ കണ്ണിലൂടെ ആ ഇമോഷൻസ് ഞങ്ങൾ കൈമാറി. ഈ സിനിമയിൽ പറയുന്ന പൊളിറ്റിക്സ് ഉണ്ട്, ഇത് പല ആക്ടേഴ്സും പുറത്ത് പറയുകയും ചെയ്തതാണ്. ഒരു സ്ത്രീക്ക് മറ്റൊരു സ്ത്രീയെ കംപ്ലീറ്റ് ആയിട്ട് അവരുടെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. നമ്മുടെ കൂടെ നിൽക്കുന്ന പാർട്ട്ണർ, ഇപ്പം നമ്മുടെ അച്ഛനമ്മ ആയിക്കോട്ടെ, നമ്മുടെ ഹസ്ബൻഡ് ആയിക്കോട്ടെ, എന്തായാലും ഒരു സ്ത്രീ മറ്റൊരു സ്ത്രീയെ മനസ്സിലാക്കുന്ന പോലെ വേറെ ആർക്കും പറ്റില്ല. ആ ഒരു പൊളിറ്റിക്സ് ആണ് ഈ സിനിമയിലൂടെ പറയാൻ ശ്രമിച്ചിട്ടുള്ളത്. അത് സക്സസ് ആവുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ക്രിസ്റ്റോ ടോമിയാണ് ഇതിന്റെ ഡയറക്ഷൻ. കറിയാൻ സൈനൈഡ് കണ്ടു കഴിഞ്ഞപ്പോൾ തൊട്ട് തന്നെ ആളുടെ അടുത്തൊരു സിനിമ വരുന്നു എന്നറിഞ്ഞപ്പോൾ തൊട്ടേ ആ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. എനിക്ക് പേഴ്സണലി ഉണ്ടായിരുന്നു. ഈ സിനിമ അനൗൺസ് ചെയ്തപ്പോൾ ഇതിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ വരുന്നതിന് മുമ്പായിട്ടുണ്ടായിരുന്നു. ഈ പാർവതിയുടെ ഒക്കെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, നമ്മുടെ രഹസ്യങ്ങൾ നമ്മുടെ ഉള്ളിൽ തന്നെ. അതെ. അപ്പം അത് കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസം പാഠം അനൗൺസ് ചെയ്തപ്പോൾ തൊട്ട് തന്നെ എനിക്ക് ഈ സിനിമ ഫസ്റ്റ് ഡേ കണ്ടേ പറ്റുള്ളൂ എന്നുള്ള, തിയേറ്ററിൽ ട്രെയിലർ കണ്ടപ്പോൾ തൊട്ട് ഞാൻ എനിക്ക് കാണണം എന്നുള്ളത്. നമ്മൾ നോർമലി അത്രയും എക്സ്പെക്ട് ചെയ്ത് അത്രയും വെയിറ്റ് ചെയ്ത് ഒരു സിനിമ കണ്ടു കഴിയുമ്പോൾ അത് നമ്മുടെ എക്സ്പെക്ടേഷൻ ഫുൾഫിൽ ചെയ്തില്ല എന്നൊരു പ്രശ്നം നോർമലി അടുത്ത കാലത്തായിട്ട് വരാറുണ്ട്. പക്ഷെ ഈ സിനിമ ഒരു രീതിയിലും ഡിസപ്പോയിന്റ് ചെയ്യത്തില്ല. ഞങ്ങളുടെ നാട്ടിലുള്ള പടമാണ്, ഞങ്ങളുടെ നാട്ടിൽ ഷൂട്ട് ചെയ്ത പടം കുട്ടനാട്. കുട്ടനാടിന്റെ ഒരു നമ്മള് ഇപ്പം 2018 സിനിമയില് വെള്ളപ്പൊക്കം നമ്മൾ കണ്ടു. പക്ഷെ കുട്ടനാടുകാര് എല്ലാ വർഷവും മഴ പെയ്ത് കഴിഞ്ഞാൽ അനുഭവിക്കുന്നതാണിത്. മറ്റേ പത്തനംതിട്ടയിലും കോട്ടയത്തൊക്കെ മഴ പെയ്ത് കഴിഞ്ഞാൽ ആ മഴ വെള്ളം ഇറങ്ങി കഴിഞ്ഞാൽ നമുക്കുള്ളതാണ് ആ സ്കീം. എല്ലാം ഇവിടെ കൊണ്ടുവന്ന് കിട്ടിക്കോളും. അപ്പം ഇവർക്ക് ആ ഒരു ടൈമിൽ വരുന്ന ബുദ്ധിമുട്ട് ഇപ്പൊ സിനിമയിൽ തന്നെ കാണിക്കുന്നുണ്ട്. ഈ ടൈമിൽ പാർവതിക്ക് വരുന്ന ആ ഒരു പ്രഗ്നൻസി, ഉർവശിയും പാർവതിയും തമ്മിലുള്ള ഒരു കെമിസ്ട്രി, ഇത് എന്റെ മോന്റെ മോൻ മരിക്കുന്നു. പ്രശാന്ത് മുരളിയാണ് മോനായിട്ടുള്ള ക്യാരക്ടർ ചെയ്തിട്ടുള്ളത്. ഈ പ്രശാന്ത് മുരളിയുടെ ക്യാരക്ടർ മരിച്ചതിന് ശേഷം ഉർവശി ആ വീട് വിട്ട് പോകണം എന്ന് പറയുന്നുണ്ട്. അപ്പം ഉർവശി അല്ല, പാർവതി ആ വീട് വിട്ട് പോകണം. അപ്പൊ ഉർവശി പിടിച്ചു നിർത്താൻ നോക്കുന്നത് ട്രെയിലറിൽ തന്നെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ ഇത് തന്നെയാണ് സിനിമയിലുള്ളത്. പക്ഷെ അത് അവർ എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്ന രീതി, ഈവൻ ഞാൻ വിചാരിച്ച സിനിമയിലെ ഡയലോഗ്സ് വളരെ കുറവായിരിക്കുന്നതാണ്. കാരണം ക്രിസ്റ്റോയുടെ ബാക്കി ഷോർട്ട് ഫിലിംസ് ആണെങ്കിലും, ഇപ്പം കറിയൻ സൈനൈഡ് ഡോക്യുമെന്ററി അത് മാറ്റി വെക്കാം, ഷോർട്ട് ഫിലിംസ് കണ്ടിട്ട് ഈ സിനിമ കാണുമ്പോൾ ആളുടെ ഒരു പാറ്റേൺ നമുക്ക് മനസ്സിലാകും. പക്ഷെ ഇതില് ഡയലോഗ്സിന് നല്ല ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ സുഷിന്റെ മ്യൂസിക് ആണ് എടുത്തു പറയേണ്ടത്. ഫസ്റ്റ് ഹാഫിൽ മ്യൂസിക് അധികം യൂസ് ചെയ്തിട്ടില്ല. പക്ഷെ സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പം ഓരോ ചെറിയ ഡ്രോപ്പ് വരെ ആ മ്യൂസിക് ഉണ്ടാക്കുന്ന ഇമ്പാക്ട് ഭയങ്കര വലുത്. ഇപ്പൊ ക്ലൈമാക്സിലോട്ട് എത്തുമ്പം ഈ കരച്ചിൽ വന്നു എന്ന് പറഞ്ഞത്, ചിലപ്പോൾ മ്യൂസിക് ഇല്ലാതെ ആ സീൻ കണ്ടിരുന്നെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഒരു ചെറിയ വിഷമം കൊണ്ട് നമ്മുടെ ഒരു ഇമോഷനോട് എൻഡ് ചെയ്യായിരുന്നു. പക്ഷെ മ്യൂസിക് കൂടെ വന്നപ്പോഴത്തേക്ക് അതിന്റെ ഇമ്പാക്ട് മാറി. അത്രയും സുഷിൻ എനിക്ക് തോന്നുന്നു ഈ അടുത്ത കാലത്ത് ചെയ്തിട്ടുള്ളതില് ഒരു ഡിഫറെന്റ്. സുഷിൻ എല്ലാം അടുത്തെല്ലാം അടിപൊളിയായിട്ടല്ലേ ഓരോന്നും, മഞ്ഞുമല്, ആവേശം, ഉള്ളൊഴുക്ക്, അത് ചെയ്യുന്ന സിനിമകളെല്ലാം അങ്ങനെ. ഈ ഉള്ളൊഴുക്കില് ഇത്രയും നാൾ ചെയ്തു വന്ന സിനിമകളുടെ ഒരു ജോണറിൽ നിന്നും ഡിഫറെന്റ് ആയിട്ടുള്ള ഒരെണ്ണം. അപ്പം മ്യൂസിക് ഇതില് മ്യൂസിക്കിനുള്ള ഇമ്പോർട്ടൻസ് വളരെയധികം വലുതാണ്. ഇന്ന് ഉർവശി അങ്ങ് എന്താ നല്ല രീതിയിൽ ആ ഒരു യൂസ് ചെയ്തിട്ടുണ്ട് ആ ഒരു ക്യാരക്ടറിന്. ഉർവശി റീസെന്റ് ഇന്റർവ്യൂസിലൊക്കെ ആണെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ ഒരു ക്യാരക്ടറിന് ഇപ്പോഴും ഇമോഷണലി പുറത്തു വരാൻ പറ്റുന്നില്ല, ഹോണ്ട് ചെയ്യുന്നുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് സിനിമ കണ്ടു കഴിഞ്ഞാലേ നമുക്ക് മനസ്സിലാവുള്ളൂ. അത്രയും ആ ഒരു ക്യാരക്ടറിനോട് നമുക്ക് തോന്നുന്ന ഒരു അടുപ്പമുണ്ട്. നമുക്കങ്ങ് വിഷമമാണ് ശരിക്കും പറഞ്ഞാൽ, ഭയങ്കരമായിട്ട് വിഷമിക്കും. പാർവതിയുടെ ക്യാരക്ടറിനോടാണെങ്കിലും ഇവർ രണ്ടുപേരും എപ്പോഴും ഒരുമിച്ചായിരിക്കണം, ഇവർ അകന്നു പോകരുതെന്ന് നമ്മൾ അങ്ങ് ആഗ്രഹിച്ചു പോകും. പിന്നെ ഇതിന്റെ ടെക്നിക്കൽ സൈഡും നോക്കിയേ പറ്റുള്ളൂ. ഇതിന്റെ ക്യാമറ ചെയ്തിട്ടുള്ളത് നമ്മുടെ പ്രമേയുഗം, ഭൂതകാലം ഇതൊക്കെ ചെയ്ത ഷഹനാദാണ് ക്യാമറ ചെയ്തിട്ടുള്ളത്. ക്യാമറ സൈഡിൽ നിന്നും വളരെ നല്ല ഒരു ഔട്ട്പുട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ സെറ്റ് ഇട്ടിരിക്കുന്നത് അതാണ് എടുത്തു പറയേണ്ടത്. കുട്ടനാട് റീക്രിയേറ്റ് ചെയ്യാൻ, കുട്ടനാടിൽ തന്നെ ഷൂട്ട് ചെയ്തതാണ്. ആ ഒരു വെള്ളപ്പൊക്കം റീക്രിയേറ്റ് ചെയ്യാൻ ഇവർ എത്ര ശ്രമിച്ചോ അത്ര തന്നെ സക്സസ് ആയിട്ടുണ്ട്. ഓരോ സ്റ്റേജസ്, വെള്ളപ്പൊക്കത്തിന്റെ സ്റ്റേജസ് കാണിക്കുന്നുണ്ട്. ആദ്യം ബേസ് ലെവൽ മാത്രം, അവിടെ നിന്ന് വീടിനകത്തേക്ക് നമ്മൾ അങ്ങനെ ആ ഒരു വെള്ളപ്പൊക്കം വളരെ ഭംഗിയായിട്ട് അവർ റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ക്രിസ്റ്റോ ഇടയ്ക്ക് പറഞ്ഞൊരു കാര്യമുണ്ട്, ചില ഷോട്ട്സ് എടുക്കുമ്പം
ആ ഫ്രെയിമില് വെള്ളത്തിന്റെ ആവശ്യമില്ല ശരിക്കും. അപ്പൊ ആർട്ട് ഡിപ്പാർട്ട്മെന്റ് ഇത് പറഞ്ഞാലും ക്രിസ്റ്റോ നിർബന്ധം പറഞ്ഞു ഇല്ല അത് വെള്ളം വേണം, കാരണം അതിന്റെ റിഫ്ലക്ഷൻ ചിലപ്പം വരും എന്നുള്ളത്. ഞാൻ ഇതെന്റെ മൈൻഡിലുണ്ടായിരുന്നു. അപ്പൊ സിനിമ കണ്ടപ്പോൾ ഞാൻ ശ്രദ്ധിച്ചപ്പോ ശരിയാണ്, ആ റിഫ്ലക്ഷൻ ഭിത്തിയിലായിക്കോട്ടെ ഇവരുടെ മുഖത്തായിക്കോട്ടെ അത് വരുന്നുണ്ട്. ആ ഈ ഓരോ ചെറിയ സൈഡ് വരെ അത്ര മൈന്യൂട്ട് കാര്യങ്ങൾ വരെ അത്ര ശ്രദ്ധിച്ചാണ് അവര് ചെയ്തിട്ടുള്ളത്. കാരണം പുള്ളി ഈ പറഞ്ഞ പോലെ ആ ഒരു ഭാഗത്തുള്ള ചങ്ങനാശ്ശേരി മുട്ടാറ് കണക്ഷനൊക്കെ നമ്മുടെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരാളെന്നുള്ള രീതിയിൽ ആൾക്കാർ അതിന്റെ ഒരു ചേഞ്ചസ് പറയാൻ പറ്റും. ടെക്നിക്കൽ സൈഡ് അത്ര ഭംഗിയായിട്ട് തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒരു പുതിയ ഡയറക്ടറുടെ ഒരു സിനിമ കാണുന്ന ഒരു ഫീലല്ല ഒരിക്കലും ഉള്ളൊഴുക്ക് കാണാൻ പറ്റുന്നത്. പിന്നെ ഇതിന്റെ പ്രൊഡക്ഷൻ സൈഡ് ലൈക് ബോളിവുഡിൽ നിന്നുള്ള RSVP ഒക്കെ ബോളിവുഡിൽ നിന്ന് അവരുടെ ആദ്യത്തെ മലയാളം പ്രൊഡക്ഷനാണ്. അവർക്ക് എന്തായാലും മലയാളത്തിൽ വന്നിട്ട് ഇനി അവർ മലയാളത്തിൽ തുടരാനുള്ളത് എന്തായാലും ഈ ഉള്ളൊഴുക്കിൽ തന്നെ കിട്ടിയിട്ടുണ്ടാവണം. വരട്ടെ, പുറത്തുനിന്ന് പ്രൊഡ്യൂസേഴ്സും വരട്ടെ. അതെ, പുറത്തുനിന്ന് വരട്ടെ. എന്നാലും തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ഉണ്ട്. 2 മണിക്കൂർ അടുപ്പിച്ചാണ് ഇതിന്റെ ഡ്യൂറേഷൻ വരുന്നത്. അതില് സ്ലോ പേസ് ഇഷ്ടപ്പെടാത്തവർക്ക് സിനിമ വർക്കാകുമോ എന്ന് എനിക്കറിയില്ല. 2 പേസും, അതായത് സ്ലോ പേസും ഫസ്റ്റ് പേസും ഇഷ്ടപ്പെടുന്നവർക്ക് ഉറപ്പായിട്ടും വർക്കാകുന്ന ഒരു സിനിമ തന്നെയാണ്. പിന്നെ ഇമോഷണൽ ആകും. എത്ര ബോൾഡ് ആയിട്ടുള്ള ആളാണെന്ന് പറഞ്ഞാൽ ഈ സിനിമ കാണുമ്പോൾ മനസ്സിലൊരു കുറച്ചെങ്കിലും ഒരു ചെറിയ ഭാരം തോന്നിയിരിക്കും, അത് ഉറപ്പാണ്. എന്തായാലും തിയേറ്ററിൽ കാണേണ്ട സിനിമയാണ്. എനിക്കിനി ഒന്നും കൂടെ കാണാനുള്ള ധൈര്യം എനിക്കില്ല, പക്ഷെ ഒരു വട്ടം കൂടെ എന്തായാലും തിയേറ്ററിൽ തന്നെ പോയി കാണുകയും ചെയ്യും. നിങ്ങളും ഒരുപാട് വൈകാതെ നല്ല തിയേറ്ററിൽ തന്നെ പോയി കാണണം. ഉറപ്പായിട്ടും. എന്തായാലും ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ മൂവി കണ്ടതും അതിനെപ്പറ്റിയുള്ള അഭിപ്രായം. എനിക്ക് ഒരു കാര്യം കൂടെ അതിന് ആഡ് ചെയ്യാനുണ്ട്. അതായത് ഇപ്പം നമ്മളിന്ന് സംസാരിച്ച 3 സിനിമകൾ, ഒന്ന് നടന്ന സംഭവം, ഉള്ളൊഴുക്ക്, ഗഗനാചാരി, ഇത് 3ന്റെ പ്രൊഡക്ഷൻ ഫേമുകളെ കുറിച്ചിട്ടും കൂടെ ഒന്ന് മെൻഷൻ ചെയ്യണമെന്നുണ്ട്. കാരണം ഇപ്പം നടന്ന സംഭവം എന്ന് പറഞ്ഞ സിനിമ 2 പ്രധാനപ്പെട്ട ആർട്ടിസ്റ്റുകളെ വെച്ചിട്ട് വളരെ കൺഫൈൻഡ് ആയിട്ട് കുറച്ച് ക്യാരക്ടേഴ്സ് വെച്ച് ചെയ്തൊരു സിനിമയാണ്. അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റോറി ലൈനാണ്, ഒരൊറ്റ വാക്കിൽ പറഞ്ഞു പോകുന്ന സ്റ്റോറി ലൈനാണ്. അതിന് ഒരു സിനിമയായി വരുമ്പോൾ അത് ഇങ്ങനെയായിരിക്കും ഔട്ട്. ഇപ്പോൾ നടന്ന സംഭവത്തിൻ്റെ വിഷ്ണു നാരായണ പുള്ളിയുടെ മറഡോണയായിരുന്നു മുന്നത്തെ സിനിമ, എനിക്ക് പേഴ്സണലി ഇഷ്ടമുള്ള സിനിമയാണ്. അപ്പോൾ അതിനെ കൃത്യമായിട്ട് ആ ഒരു സ്റ്റോറി ലൈന് രാജേഷ് ഗോപിനാഥനാണ് എൻ്റെ റൈറ്റിംഗ് ഒക്കെ ഉള്ളത്. അപ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിൽ കണ്ട് അതിനെ ഒരു സിനിമയാക്കി മാറ്റാനായിട്ട് ഒരു സപ്പോർട്ട് സിസ്റ്റം അനൂപ് കണ്ണൻ സ്റ്റോറി. കാരണം അനൂപ് കണ്ണൻ ഒരു സംവിധായകനാണ്, എങ്കിലും അനൂപ് കണ്ണനെ കൃത്യമായിട്ട് അറിയത്തുള്ളൂ. അപ്പോൾ അത് ആ ഒരു അഡ്വാൻറ്റേജ് നമ്മൾ ഉറപ്പായിട്ടും അത് പറയണം ആ പ്രൊഡക്ഷനെ സംബന്ധിച്ച്. ഇപ്പോൾ ഉള്ളൊഴുക്കിനെ സംബന്ധിച്ചാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഇവിടെ ഇപ്പോൾ എവിടെ വുമൺ ഇൻ മലയാള സിനിമ എന്നൊക്കെ ചോദിച്ചിട്ട് കുറെ കാര്യങ്ങൾ വരുന്നുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഈ ഒരു കണ്ടന്റിനെ എത്രയും ഈ പറഞ്ഞ ഈ വെള്ളപ്പൊക്കമോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ 2 ആർട്ടിസ്റ്റ് ഒരു വീട് അങ്ങനെയുള്ളതല്ല, ഒരു വെള്ളപ്പൊക്കമോ പരിപാടികളൊക്കെ സെറ്റ് ചെയ്യാനായിട്ടൊക്കെ അത്യാവശ്യം നല്ല പ്രൊഡക്ഷൻ കോസ്റ്റ് വരും. അപ്പോൾ അത് മനസ്സിൽ കണ്ട് കറക്റ്റായിട്ട് ഒരു ഡയറക്ടറെ, ക്രിസ്റ്റോ ടോമി പോൾ ഡയറക്ടറിന് കൃത്യമായിട്ട് ആ ഒരു ബാക്കപ്പ് സപ്പോർട്ട് കൊടുത്ത ഒരു പ്രൊഡക്ഷൻ ഹൗസ്, അത് ബോളിവുഡിൽ നിന്നും നമുക്ക് വരുന്നത്, അതും നമുക്കൊരു ഭയങ്കര ശുഭസൂചകമായിട്ടുള്ളൊരു കാര്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഗഗനാചാരി ഇപ്പോൾ അജിത് വിനായകയാണ് ചെയ്തിട്ടുള്ളത്. അജിത് വിനായക ആക്ച്വലി അതൊരു മോക്കി ഫിക്ഷൻ, അതൊരു ഭയങ്കര എക്സ്പെരിമെന്റൽ സിനിമയാണ്. അത് അവരെന്നെ ഇന്റർവ്യൂ പറയുന്നത് കൃത്യമായിട്ടത് അത് എന്താണെന്നുള്ളത് കണ്ട് വരണമെങ്കിൽ അത് ഒറ്റയടിക്ക് സാധാരണ ഒരു സിനിമ പറഞ്ഞു കൊടുക്കാൻ പറ്റത്തില്ല എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ 3 ഡിഫറെൻറ്റ് ആയിട്ടുള്ള അറ്റംപ്റ്റ്സിനെ ബാക്കപ്പ് ചെയ്ത പ്രൊഡക്ഷൻ കമ്പനികളും അവർക്കും ഒരു പ്രത്യേക ഒരു ഇതുണ്ട്. കാരണം അത് വേണം, അങ്ങനെയുള്ള ഇല്ലെങ്കിൽ എന്താ പറയുക ഒരേപോലത്തെ സിനിമകൾ വന്നുകൊണ്ടിരിക്കും. നമ്മൾ തന്നെ ലാസ്റ്റ് കണ്ട് അടുപ്പിച്ച് കുറേ അലമ്പോടങ്ങൾ കണ്ടുകൊണ്ടിരിക്കേണ്ടി വരും. അപ്പോൾ അതിൽ നിന്നൊക്കെ മാറി വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങൾ വരട്ടെ. അത് ഉറപ്പായിട്ടും ഈ സിനിമകൾ അത് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ഒരേ ദിവസം തന്നെ ഇറങ്ങിയ സിനിമകൾ ഇത്രയും ഡിഫറെന്റ് കാണാം. അപ്പോൾ ഒരിടത്ത് ഇമോഷന്റെ അതിപ്രസരവും ആളുകൾ അത്രയും കൊളുത്തിപ്പിടിക്കുന്ന ഒരു വേദന സമ്മാനിച്ച് കടന്നു പോകുന്നുണ്ടെങ്കിൽ മറ്റൊരു സ്ഥലത്ത് നല്ലൊരു ആശയം പറഞ്ഞ് ആളുകളെ പിടിച്ചിരുത്തുന്നുണ്ട്. ഇവിടെയാണെങ്കിൽ പുതിയ സിനിമകൾ ഇങ്ങനെയാവാം, അല്ലെങ്കിൽ ഒരു നൂറ്റാണ്ടിന് ശേഷം ഇങ്ങനെ ആയിരിക്കാം നമ്മുടെ ലോകം, അങ്ങനെ കാണിച്ച് നമ്മളെ വേറെ രീതിയിലേക്ക് ചിന്തിപ്പിക്കുക കൂടി ചെയ്യുന്ന സിനിമകൾ. അത് ഉറപ്പായിട്ടും അങ്ങനെയുള്ള ചിത്രങ്ങൾ, ഇങ്ങനെയുള്ള പ്രൊഡക്ഷനും ഇങ്ങനെയുള്ള ആളുകളുടെ തോട്ടുകളും ഒക്കെ വന്നാലേ നടക്കുകയുള്ളൂ. അപ്പം നിങ്ങൾ ഈ ആഴ്ച കണ്ട സിനിമ ഏതാണെന്ന് പറയുക. ഈ സിനിമകൾ കണ്ടതാണെങ്കിൽ ഇതിനെപ്പറ്റിയുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് ഇതിൻ്റെ കമൻറ്റുകളായി രേഖപ്പെടുത്താം. മറ്റ് നല്ല ചിത്രങ്ങളുമായി ഇനി ഞങ്ങൾ എത്തുന്നതായിരിക്കും. ടാറ്റാ ബൈ ബൈ.